വണ്ടി എടുക്ക്. ഇനി ബാക്ക് ഫുഡ് കഴിച്ചിട്ടോ. അതിരപ്പള്ളി വാട്ടർഫോൾസിന്റെ അടുത്ത് എത്താറായിട്ടുണ്ട്. എന്ത് ബ്ലോക്കാ? നല്ല ബ്ലോക്കാ. ഇഷ്ടംമാതിരി വണ്ടി ഉണ്ടല്ലോ. ഇഷ്ടംമാതിരി വണ്ടി ഉണ്ടല്ലോ. ഇതവിടെ കാണിക്കണോ? അടുത്ത ചെക്ക് പോസ്റ്റിൽ കാണിക്കണോ? ബാഗിൽ ആ ഇവിടെ ഞാൻ പറഞ്ഞ ചിലപ്പോ ചീങ്കണ്ണിനെ കാണാൻ പറ്റുന്നത്. ഇവിടെയോ? ആ ഈ തെണ്ടുമ്പോ ഒന്ന് കിടക്കണ്ടാവും കയറി. അവിടെയൊക്കെ കല്ല് കിടക്കണുണ്ടോ? അതിന്റെയൊക്കെ മേളിലൊന്ന് വെയിലുള്ള കിടക്കും. അയ്യോ, ഞാൻ അതിന് ഇത്ര അടുത്ത ആദ്യമായിട്ട്. എന്ത് തണുപ്പോ ഇതൊക്കെ. മലക്കപ്പാറ പോലീസ് സ്റ്റേഷൻ്റെ അടുത്ത്. പോലീസ് സ്റ്റേഷനല്ല, മറ്റേ ഇതല്ലേ അവിടെ അങ്ങനെ. தாங்கள் டயல் செய்த எண் தற்சமயம் பிஸியாக உள்ளது. தயவு செய்து பின்னர் முயற்சிக்கவும். എൻ്റെ കയ്യിൽ ഇത് ഇങ്ങോട്ട് തുറക്കണേ.
ഗായ്സ് ബ്യൂട്ടിഫുൾ. എന്ത് രസമുള്ളു വാലി കാണാൻ. നീ മൈക്ക് കളയും വേണോ? ഹലോ. അങ്ങനെ നമ്മൾ വാൽപ്പാറയിൽ നിന്ന് വാൽപ്പാറക്ക് പോയില്ല, മലക്കപ്പാറയിലാണ് നമ്മളിപ്പോൾ ഉള്ളത്. ഷോളയാർ ഡാം കഴിഞ്ഞപ്പോൾ നമ്മുടെ മാപ്പിൽ ഇതിങ്ങനെ ഒരു വഴി കാണിച്ച്. ഓക്കെ, മാപ്പിൽ നോക്കിയപ്പോൾ ഇവിടെ നിന്ന് നമ്മുടെ കേരള ചെക്ക് പോസ്റ്റ് അല്ല കേട്ടോ, കേരള അതിർത്തിനോട് കൂടിയിട്ട് ഇവിടെ ഒരു അമ്പലമൊക്കെ കാണിച്ച് നമുക്ക്. അപ്പോൾ അങ്ങോട്ട് പോയി നോക്കാമെന്ന് വിചാരിച്ചു. ഇതാണ് വാൽപ്പാറക്കുള്ള വഴി. അവിടെ നിന്ന് ഒരു ഡീവിയേഷൻ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഇങ്ങനെ പോരാം. അങ്ങനെ പോകുന്നു കഴിഞ്ഞാൽ നമുക്ക് ഇങ്ങനത്തെ സ്ഥലങ്ങൾ കാണാം. ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു വാലി. അതല്ലേ ഷോളയാർ ഡാം? അത് കാണാൻ ഡാം, ഗേറ്റ് മറ്റേ ഡാമിന്റെ ഷട്ടർ ഇതാ ഈ ഒരു ഭാഗത്തായിട്ടാണ് നമ്മൾ സ്റ്റേ അടിച്ചതൊക്കെ. അപ്പം അതിന്റെ നേരെ ഓപ്പോസിറ്റ്, ഇത് ഓപ്പോസിറ്റ് ആണ് നമ്മൾ രാവിലെ കണ്ട സ്ഥലങ്ങളുടെ ഓപ്പോസിറ്റ്. അതെ, ഈ ഒരു വാലിയൊക്കെ വന്നത് ശരിക്കും നല്ല നല്ല രസമുണ്ടല്ലേ. അടിപൊളി. ആദ്യം ഒരു മൂന്നാറൊക്കെ ഫീൽ ചെയ്യുന്നുണ്ട്. നമ്മുടെ ലക്ഷ്മി എസ്റ്റേറ്റ് ഒക്കെ ഒരു ഫീൽ ഉണ്ട്. എന്തായാലും തമിഴ്നാടിന്റെ ഗുണം ഇത്, നമുക്ക് എല്ലായിടത്തേക്കും ആക്സസ് ചെയ്യാം. എല്ലായിടത്തേക്കും വഴികളോടെ ഉണ്ടാക്കിയിടും. ഓക്കെ, ഇനി അപ്പോൾ നമുക്ക് പോവാം. രാത്രി മാത്രം രാത്രി ആന നന്നായിട്ട് വന്ന വഴിയാ. ഇവിടെ ഫുള്ള് ആനപ്പിണ്ടൊക്കെ ഉണ്ട്. വൈകിട്ട് 6 മണി കഴിഞ്ഞ് കഴിഞ്ഞാൽ വന്ന സ്ഥലമാണ്. ഒരു 100 മീറ്റർ ഇല്ല, ഒരു 50 മീറ്റർ ഒക്കെ ഗ്യാപ്പില് എല്ലായിടത്തും ഉണ്ട് ആനപ്പിണ്ടം. രാത്രി യാത്ര ഒഴിവാക്കുക പറയണ്ട് പണ്ട്. ഗായ്സ്, അങ്ങനെ ഫസ്റ്റത്തെ സ്പോട്ട് ഇതേ കരിങ്കുരങ്ങ് ചാടി പോണുണ്ട് കേട്ടോ. ഇഷ്ടമാതിരി ഉണ്ട് കുരങ്ങ്. എവിടെ പോയി? അവിടെ വിളിച്ചിരിക്കുക. ഈ മരം നിറച്ച് കുരങ്ങുണ്ടായിരുന്നു. കാട്ടുപോത്തിനെ കാണിക്കും. അവിടെ ഒരു വലിയ ബൈസൺ നിക്കണ്ട കേട്ടോ. ഇതേ നോക്കിയേ, ഫസ്റ്റ് സ്പോട്ടിംഗ് ആണ്. അത്യാവശ്യം നല്ല ഇതിന് സൈസ് ആവും, ഇതിന് സൈസ് ഉണ്ടാവും. പക്ഷെ ഇത് നല്ലൊരു സ്പോട്ടിംഗ് ആണ് കിട്ടിയത്. ഒരുത്തൻ ഇത്ര അടുത്ത് ഞാൻ ആദ്യമായിട്ടാ കാണുന്നേ. അങ്ങനെയല്ല, മറ്റേ നമ്മൾ ഇവിടെ പോയപ്പോ കണ്ടായിരുന്നു. നമ്മൾ മറ്റേ ബസന്നഗുടി വഴി ഊട്ടിക്ക് പോയപ്പോ അവിടെ കണ്ടായിരുന്നു. പക്ഷെ ഇത്ര അടുത്ത് കണ്ടില്ല എന്ന് എനിക്ക് തോന്നുന്നു. ഈ മരം ഫുള്ള് മറ്റേ സംഭവം ഉണ്ട് കേട്ടോ. കുരങ്ങതായിരിക്കണേ. ഇത് കൊള്ളായിരുന്നു. സിംഹവാലം കുരങ്ങ് പോലത്തെ ഒരു സാധനം. നമ്മളെ നോക്കണം കേട്ടോ. നമ്മളെ നോക്കി എന്തോ കോക്കറിയൊക്കെ കാണിക്കുന്നുണ്ട്. കണ്ട, അതാ ചാടിപ്പോയി. പുള്ളി താഴത്തേക്ക് ഊഞ്ഞാലാടി പോയി. മൊത്തം കുരങ്ങാ. താഴേക്ക് പോന്നു. ഓക്കെ, അധികം നേരം നമ്മളൊരു ശല്യപ്പെടുത്തല്ല. അതെ, നമുക്ക് പോവാം. വണ്ടി സ്റ്റാർട്ട് ആവല്ല. പുള്ളി അവിടെ സമാധാനപരമായി ഭക്ഷണം കഴിച്ചോണ്ടിരിക്കുക. നമ്മളെന്തിനാ വെറുതെ വേറെ ശല്യം ചെയ്യണേ? അതിന്റെ ഫുള്ള് യൂസ് കഴിഞ്ഞിട്ട് അത് കളഞ്ഞിട്ട് വേറെ വെക്കാൻ വേണ്ടിട്ട് അവര് ഒരു വൈറ്റ് കളർ സാധനം അടിക്കണ്ട് അല്ലേ? അതല്ലേ അത്? ആ ഒരു സൈഡ് ഫുള്ള് അത് അടിച്ചിട്ടേക്കണേ. എനിക്ക് തോന്നുന്നത് വേറെ ചെടി വെക്കാനായിരിക്കും. പക്ഷെ നല്ല രസമുണ്ട്. ടൗണിലേക്കൊന്നും പോയാൽ കിട്ടാത്ത സാധനങ്ങളാണ് ഇങ്ങനത്തെ സ്ഥലമൊക്കെ കിട്ടുള്ളൂ. പക്ഷെ എനിക്ക് അകലത്തിൽ നിന്ന് ഓരോ സാധനങ്ങളൊക്കെ കാണുന്നത് കൊണ്ട് കുഴപ്പമില്ല കേട്ടോ. അടുത്ത് കാണാൻ എനിക്ക് പേടിയാ. എനിക്ക് ആന, പുലി, കടുവ അതൊക്കെ സൂയിൽ കാണാൻ വലിയ കുഴപ്പമില്ല. പക്ഷെ അടുത്ത് കാണലൊക്കെ എനിക്ക് പേടിയാ. കാര്യം ഡയലോഗ് മാത്രമേ ഉള്ളൂ, പേടിയാ. ഈ സൈഡത്തെ ചെടിയൊക്കെ നശിപ്പിച്ച് മീൻസ് കളഞ്ഞിട്ട് അതിൻ്റെ ഇതൊക്കെ കഴിഞ്ഞു. അത് മെച്ചറായി, അതിൻ്റെ കാര്യങ്ങളൊക്കെ കഴിഞ്ഞു. ഇനിയിപ്പം അവരത് കളയാനായിട്ടുള്ള മരുന്ന് അവിടെ തളിക്കുന്നുണ്ട്. കണ്ടോ, ആ ചുവന്ന പൂ നിൽക്കാൻ നല്ല രസമുണ്ടല്ലേ പച്ചയുടെ ഇടയിൽ. വെള്ളമൊക്കെ ഉണ്ടോ ആ പൂ നിക്കണോക്ക്? പൊക്കത്തെ ടോപ്പിലല്ലേ?
പക്ഷെ ഇവിടെ അതിന് വേണ്ടി തണുപ്പൊന്നും ഇല്ല കേട്ടോ. ഭയങ്കര ക്ലൈമറ്റ് രാത്രി ഉണ്ട്, രാത്രി തണുപ്പുണ്ട്, അതുപോലെ വെളുപ്പിനും തണുപ്പുണ്ട്. പക്ഷെ ഈ ഒരു ഇപ്പൊ സമയം എത്ര, ഒരു 10 മണിയൊക്കെ ആകുമ്പോണ്ട്. ഈ സമയത്തൊന്നും അത്ര വലിയ തണുപ്പില്ല. നമുക്ക് ജാക്കറ്റ് അങ്ങനെ സാധനങ്ങളൊന്നും വേണമെന്നില്ല. ഇതും കണ്ടുകൊണ്ട് ആൾക്കാർ ഭയങ്കര തണുപ്പാണെന്ന് പറഞ്ഞുകൊണ്ട് 2 ജാക്കറ്റൊന്നും എടുത്തുകൊണ്ട് വരേണ്ട കാര്യമൊന്നുമില്ല. അത്ര തണുപ്പൊന്നുമില്ല. ആ മരത്തിന്റെ ഇത് പോയേക്കണൊക്കെ ഇവിടെ കാണോ? പണ്ടാരെ ഞാൻ അടുത്ത് കടിച്ചോണ്ട് പോയിന്ന. ഞാൻ വിചാരിച്ചത് ഇങ്ങോട്ട് ചാടി വന്ന് ഇതൊക്കെ എടുത്തോണ്ട് പോകുന്ന, നമ്മുടെ കയ്യിൽ സാധനങ്ങളൊക്കെ മേടിച്ചോണ്ട് പോകും. പക്ഷെ അവര് ഫേസ് ഭയങ്കര ക്രൂവലായിട്ടിരിക്കണ്. ഫേസ് ഭയങ്കര പേടിയാവണ പോലത്തെ ഒരു ഫേസ്. അവര് പേടി, അവർക്ക് ആകെയുള്ള ആശ്രയ ബസ്സായിരിക്കും. ആ എല്ലാം ഈ തേയിലേനെ ചുറ്റിപ്പറ്റി ജീവിക്കുന്ന ആൾക്കാരല്ലേ. ആ ഈ ഒരു നീല ബസ്സും പിന്നെ ഒരു പച്ച ബസ്സും ഉണ്ട്. പച്ച ബസ് നമ്മുടെ ബാക്കിൽ വന്നുണ്ട്. ആ മറ്റേ ട്രാൻസ്പോർട്ട്. ഇത് ട്രാൻസ്പോർട്ട് തന്നെ. ഇത് ട്രാൻസ്പോർട്ട് ആണോ? ഇതെന്താ നീല കളറിൽ? ഇത് ട്രാൻസ്പോർട്ട് വണ്ടിയാണ്. ട്രാൻസ്പോർട്ടാ അല്ല, അതേന്നെ ട്രാൻസ്പോർട്ട് മറ്റേ യൂണിഫോം കണ്ടില്ലേ? ഓ ഓ ശരിയാ. എന്തായാലും ആനനെ കാണാൻ പറ്റും. ഇവിടെ ഫുള്ള് ആനയുടെ അപ്പിയുണ്ട്. പിന്നെ പുല്ലുണ്ടല്ലോ, ആ ഫ്രഷ് അല്ല, ഇന്നലത്തെ ആയിരിക്കണം. ഉണ്ടോ വെള്ളം പറ്റാത്തണ്ടോ? പുല്ലുള്ളോണ്ടേ ഇതുള്ളതുണ്ടല്ലേ. എനിക്ക് വേണം ഒരു ചൂരുമണമുണ്ട്. ചിലപ്പോ ഈ ആനപ്പീടെ ആയിരിക്കും അല്ലേ. എനിക്ക് പേടിയാണ്. ഇതിലൊക്കെ ഒളിച്ചിക്കോ? ഒളിച്ചെന്നാലും നമ്മൾ അങ്ങോട്ടൊന്നും ചെയ്യാൻ പോലല്ലോ. അല്ല അവർക്ക് ഇത്തിരി ദൂരെ കാണാൻ പറ്റുക നിക്കണൊക്കെ ഉണ്ടെങ്കിൽ, അപ്പൊ നമ്മള് ദൂരെ വണ്ടി നിർത്താ കാണാൻ. നേരത്തെ കാട്ടുപോത്തിനെ കണ്ടില്ലേ? അങ്ങനെ കാണാ, അത് പോയി കഴിഞ്ഞ് പോവാ. നമ്മളതിനെ വെക്കിട്ടാണ്ടിരുന്നാ മതി. അപ്പൊ സാധനം കുത്താൻ ഓടിച്ചോടും. ചിലരെ ഹോണൊക്കെ അടിച്ച് വെറുപ്പിക്കനെ. ഓ അതിനെ ടെൻഷൻ ആക്കുമല്ലേ? അതെ, നമ്മള് വണ്ടി ഓഫ് ചെയ്യാൻ അവിടെ നിക്കാം. എങ്ങാടല്ല നമ്മ തിരിച്ച് റോഡെത്താറായി. നമ്മൾ തിരിഞ്ഞ് വന്ന സ്ഥലം കാണിച്ചു തരാം കേട്ടോ. ഇതിപ്പോ നമ്മള് റോഡെത്താറായി. ഇവിടെ കുറച്ച് കടകളൊക്കെ ഉണ്ട്. ഇത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ കടകളൊന്നുമില്ല. പിന്നെ കുറച്ചങ്ങ് പോകണം. എനിക്ക് തോന്നണ ഈ KSRTC ആണ് നമ്മൾ അവിടുന്ന് കണ്ടത് തോന്നണു അല്ലേ? ഹായ് ഹായ്. പക്ഷെ റോഡത്ര പോരാട്ടോ. കുറച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ നല്ല റോഡാ, നല്ല സൂപ്പർ റോഡാ. ഇങ്ങോട്ട് സ്ഥലം ഉണ്ടെന്ന് ആ റോഡ് കണ്ട തോന്നിയും കൂടി ഇല്ല. അത് ശരിയാ. അത് ഇങ്ങനത്തെ ഒരു സ്ഥലത്തേക്കാ പോണേന്നും വിചാരിക്കൂല. അപ്പതേ മെയിൻ റോഡ് ഇതല്ലേ? മെയിൻ റോഡ് നമ്മൾ ഇന്നലെ രാത്രി ഫുഡ് കഴിച്ചു. നമ്മൾ ഇന്നലെ രാത്രി ഇവിടുന്ന് ഫുഡ് കഴിച്ചത് ഒരു താഴെയുള്ള കടയിൽ നിന്ന്. അപ്പൊ അവിടെ നിന്ന് ഇങ്ങനെ തിരിഞ്ഞു വന്നിട്ട് ആ കാണാൻ വഴിക്ക് പോയി കഴിഞ്ഞാലാണ് എത്തിയത്. ഇനി നമുക്ക് നേരെ എങ്ങോട്ടാ പോണേ? നമ്മൾ നേരെ പയ്യെ വാൽപ്പാറക്കോ. ബൈ വാൽപ്പാറ. ആ വാൽപ്പാറ.
ഡാമിന്റെ ആണോ? ഡാമിന്റെ റിസർവോറാ. ഇതിനെ പണ്ട് ഞാൻ ചെറുപ്പത്തിൽ ആക്കുബുക്കാന്ന് പറഞ്ഞിട്ടുണ്ട്. വെച്ചാ കാപ്പിക്കൊരു. അതൊന്നും എനിക്കറിയില്ല. ഞാൻ ആക്കുബുക്കാന്നാണ് പറഞ്ഞത്. ഇങ്ങനത്തെ വെറൈറ്റി പേരുകൾ നിങ്ങളാരെങ്കിലും ഇങ്ങനത്തെ എന്തെങ്കിലും വെറൈറ്റി ആയിട്ടുള്ള സാധനങ്ങളൊക്കെ ചെറുപ്പത്തിൽ പറഞ്ഞിട്ടുണ്ടെങ്കിൽ കമന്റ് ബിലോ. ഓ, ആ മരം നോക്കിയേ, ആ റെഡ് വളമായി പോയി. എൻ്റെ ബാഗിൽ ബുക്കും പലതരം സാധനങ്ങളും ഉണ്ട്. നിങ്ങൾക്ക് വേണ്ടത് എന്തെന്ന് പറഞ്ഞാൽ അതൊക്കെ നൽകാം. ഞാൻ വണ്ടി വരുന്നുണ്ട് കേട്ടോ. കണ്ടില്ലേ, പാൻ്റല്ല നിക്കറ്, ഒരു ടീഷർട്ട്, പിന്നെ ഒരു ബൂട്ട്, തുക്കിടി തായ്പിൻ്റെ പോലെ എൻ്റെ ഡ്രസ്സ് കണ്ടോ ഗൈസ്. ഭൂലോകം സൃഷ്ടിച്ച കർത്താവിന് സ്തുതി. കാശുണ്ടാക്കാനുള്ള പരിപാടിയാ. ചെറിയൊരു വാട്ടർഫോളാണ്. അങ്ങനെ വലിയതൊന്നും പറയാൻ പറ്റില്ല, ചെറിയൊരു വാട്ടർഫോൾ. അത്യാവശ്യം ആൾക്കാർ ഇറങ്ങി കൈയും കാലും കഴിക്കുകയും കുളിക്കുകയും അങ്ങനെയൊക്കെ ചെയ്യുന്നുണ്ട്. ഗാർഡുണ്ട്, പിന്നെ ഫോട്ടോസ് എടുക്കുന്നുണ്ട്. അങ്ങനത്തെ ഒരു ചെറിയ വാട്ടർഫോൾ. ഇവിടേക്ക് നമ്മൾ കുറച്ച് നടന്നിട്ട് വേണം കേട്ടോ വരാൻ. ഈ പാലമെല്ലാം കയറി ആ വഴി ഇങ്ങോട്ടാണ് നമ്മൾ നടന്നു വന്നത്. തിരിച്ചു പോകുമ്പോൾ കാണിച്ചു തരാം. പണ്ട് നമ്മളിത് ഇങ്ങനെ പറിച്ചെടുത്തിട്ട് ഇതിലേതെങ്കിലും ഓർമ്മ തൊടാൻ പറയും. നമുക്ക് ഇതാ തൊട്ടേ നോക്ക്. ഇത് തൊട്ട് ഇത് പറിച്ചെടുത്തിട്ട് ഇതിന് പൊളിച്ചു നോക്കണം. അപ്പൊ കറുത്തല്ലേ കിട്ടിയത്. അപ്പൊ കറുത്ത വച്ചായിരിക്കും ഉണ്ടാവണം. ഇത് ഇതാണ് ചിലത് വെളുപ്പും കറുപ്പും കൂടെ ആയിരിക്കും. അപ്പൊ മറ്റേ മീഡിയം ടോണിലുള്ളതായിരിക്കും. വെളുത്താ കിട്ടണമെങ്കിൽ വെളുത്ത വച്ചായിരിക്കും. ശരി. അങ്ങനെ എന്താ നോക്കണേ? ഇതെന്താണെന്നറിയോ, ഈ പ്ലാന്റ് ഇത് പണ്ട് നമ്മളിങ്ങനെ മറ്റേ കയ്യിലൊക്കെ ഇങ്ങനെ വെച്ചിട്ട് പൊട്ടിക്കുമായിരുന്നു. പക്ഷെ ഇതിനകത്ത് അതിൻ്റെ ആ ഒരു പൊടിയില്ല കേട്ടോ. പൊടി ഉള്ളതിനകത്ത് വെച്ചിട്ട് നമ്മളിങ്ങനെ വെച്ചിട്ട് പൊട്ടിക്കും. എന്നിട്ടപ്പം ഇതിൻ്റെ ഇലേൻ്റെ പാടുകൂടെ വരും. അങ്ങനെയൊക്കെ പണ്ട് കളിച്ചിട്ടില്ല.
കുട്ടിക്കളി മാറിയിട്ടില്ല അല്ലേ? നല്ല രസമല്ലേ ഇത് പറന്നു പോകാനായിട്ട്. ഇങ്ങനത്തെ കുറെ സാധനങ്ങൾ എന്തെങ്കിലും ഉണ്ട്. ഞാൻ കളറില് അത് വെച്ച് കഴിയുമ്പോഴത്തേക്ക് നമുക്ക് പല്ലില് നമ്മൾ കടിച്ചു പിടിക്കുവാണെങ്കിൽ പല്ലിൽ ഇങ്ങനെ ഒരു സൈസ് മരവിപ്പ് വരും. അങ്ങനത്തെ ഒരു സാധനം ഉണ്ട്. അത് കാണാൻ ഞാൻ കാണിച്ചു കേട്ടോ. ണല്ലോ ഉണ്ട് ഇതിനകത്ത് ഇങ്ങനെ ഷേപ്പില് ബാക്ക്ഗ്രൗണ്ട് അത്. എങ്ങനെയാ 990 നമ്മളൊന്ന് കയറിയപ്പോ മഴ പെയ്തല്ലേ കറക്റ്റായിട്ട്. ഭാഗ്യം. അങ്ങനല്ല സൈഡ് സ്ലൈഡ്. എവിടാണ്ടിരുന്നൊക്കെ മയിൽ പോവുണ്ട് കേട്ടോ, കോഴി പോവുണ്ട്. നല്ല തണുപ്പുണ്ട്. ബാൽക്കണി വ്യൂ ആണത്. താഴെ വേറെ കോട്ടേജൊക്കെ. പേടിക്കണ്ട പേടിക്കണ്ട.
தோசை ஒரு தட்டில் வச்சு போட்டு ரெண்டாலும் கழிச்சு நாலு காஃபி ஒரு டீ உள்ள என்னங்க 4 காஃபி ஒரு டீ சரி ഇതാണ് ഞാൻ പറഞ്ഞ നോമാൻ സ്റ്റാൻഡ്. ഇതാ ഇവിടെ തൊട്ട് അടുത്ത ചെക്ക് പോസ്റ്റ് വരെ ആരുടെയും സ്ഥലമല്ല. കേരള തമിഴ്നാട് അതാ ചെക്ക് പോസ്റ്റിൽ ഇപ്പറയൊക്കെ നടക്കല്ലേ. രണ്ട് മണിക്കൂർ 2 മണിക്കൂർ കൊണ്ട് ഇറങ്ങണം നമ്മൾ. നമ്മൾ എത്ര മണിക്ക് കയറിയതാണ്?